നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ശിവപുരി മലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധനീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഒരു അത്ഭുത കാഴ്ച കാണാനാകും. വർഷങ്ങളായി ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന വിഗ്രഹം. കാഠ്മണ്ഡുവിന്റെ പ്രാന്തപ്രദേശത്ത് നോൺസ്ക്രിപ്റ്റ് റോഡിന് അരികിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനെത്തുമ്പോൾ ഒരു സാധാരണ ക്ഷേത്രം പോലെയാണ് തോന്നുന്നത്. നേപ്പാളിലെ വാസ്തുവിദ്യാ രൂപകൽപ്പന ഘടകങ്ങളുള്ള പഴയ ചില പൈതൃക കെട്ടിടങ്ങളും അവിടെവിടെയായി കാണാനാകും. 1400 വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം ബുദ്ധന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഈ ക്ഷേത്രത്തിന് ഗൗതമ ബുദ്ധനുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഉറങ്ങുന്ന വിഷ്ണു ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള വിഷ്ണു ഭഗവാൻ ബുദ്ധമതത്തിന്റെ സംരക്ഷകനാണെന്നാണ് ചിലർ കണക്കാക്കുന്നത്. എന്നാൽ ഹിന്ദു ഐതിഹ്യമനുസരിച്ച് നീലകണ്ഠൻ എന്നാൽ ശിവനാണ്. ഈ വിഷ്ണു പ്രതിമയുടെ മറുപുറത്ത് ശിവരൂപമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട്. അങ്ങനെ രണ്ടു ദൈവങ്ങളും കൂടി ചേരുന്നതുകൊണ്ടാണ് ഈ പ്രതിമയ്ക്ക് ബുദ്ധ നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചതെന്ന് ഇവർ കരുതുന്നുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിന്റെ മധ്യഭാഗത്ത് ചതുരാകൃതിയിലുള്ള ഒരു കുളമുണ്ട്. ഇതിലാണ് വെള്ളിക്കിരീടവും പൂക്കളും കൊണ്ട് അലങ്കരിച്ച മുഖവും ശിരസുമായി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ജലശയനം. ഭക്തർക്ക് പടികളിലൂടെ നടന്ന് വിഷ്ണു വിഗ്രഹത്തിനടുത്തെത്തി നമസ്കരിക്കാം. വിഗ്രഹത്തിന് മുകളിൽ തുണി കൊണ്ടുള്ള പന്തലുണ്ട്. അരികിൽ ദേവിയുടെയും മറ്റും ചെറിയ പ്രതിഷ്ഠകളും കാണാം. വിഷ്ണു ഭഗവാൻ ജലശയനം നടത്തുന്ന ഈ കുളത്തിന് 13 മീറ്ററിലേറെ വിസ്തൃതിയുണ്ട്. ഇതിലേക്ക് പൂക്കളും ഇലകളും മന്ത്രജപത്തോടെ എറിഞ്ഞാണ് ക്ഷേത്രത്തിലെ പൂജ നടക്കുന്നത്. പുരോഹിതൻ ഭക്തരിൽ നിന്ന് പൂജാവസ്തുക്കൾ വാങ്ങി വിഗ്രഹത്തിന് സമീപം വയ്ക്കാറുണ്ട്. ശിവഭഗവാൻ തൃശൂരം ഭൂമിയിൽ ആഴ്ത്തിയപ്പോൾ ഉണ്ടായ ഗോസായ് കുണ്ടിൽ നിന്നുള്ള വെള്ളമാണ് ഈ തടാകത്തിൽ ഉള്ളതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വിഗ്രഹത്തിന് മുകളിൽ തുണി കൊണ്ടുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മഹാവിഷ്ണുവിന്റെ ശില്പം എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിലെ അവസാനത്തെ പ്രസക്തനായ രാജാവായി കണക്കാക്കപ്പെടുന്ന വിഷ്ണുഗുപ്തന്റെ കാലഘട്ടത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പിന്നീട് കാലക്രമേണ മണ്ണിനടിയിലായി പോയ ഈ ശില്പത്തിൽ നിലം ഉഴുതുമറിക്കുമ്പോൾ ഒരു കർഷകന്റെ കലപ്പ തട്ടിയെന്നും അപ്പോൾ അതിൽ നിന്നും രക്തമൊഴുകിയെന്നും അങ്ങനെ ഈ വിഗ്രഹം വീണ്ടെടുത്തു എന്നുമാണ് കഥ. മല്ല രാജവംശകാലത്താണ് ഈ വിഗ്രഹം കണ്ടെടുത്തത്. ഗാഠനിദ്രയിലുള്ള ഭഗവാനെ ഉണർത്താൻ എല്ലാ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഹരിബോധിനി ഏകാദശിയാണ് ഏറ്റവും വലിയ ആഘോഷമായി ഇവിടെ നടത്താറുള്ളത്. നിർമ്മിച്ചത് രാജാവായിരുന്നുവെങ്കിലും ക്ഷേത്രം സന്ദർശിച്ചാൽ രാജാവിന് അകാല മൃത്യുണ്ടാകുമെന്ന് നേപ്പാൾ ഭരിച്ച പ്രതാപ് മല്ല രാജാവ് സ്വപ്നം കണ്ടതിൽ പിന്നെ ഈ വിഗ്രഹം കണ്ടു തൊഴാനായി 17-ാം നൂറ്റാണ്ടു മുതൽ ഒരു രാജാവിന് പോലും ധൈര്യമുണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കഥ. എന്തുകൊണ്ട് വിഗ്രഹം വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നതിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ലാവാശിലയുടെ സദൃശ്യമായതും സാന്ദ്രത കുറവുള്ളതുമായ സിലിക്ക അധിഷ്ഠിതമായ കല്ലായതുകൊണ്ടാണ് ഇത് വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് ഒരു വാദവുമുണ്ട്. 1957 ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശ്രമം നടന്നുവെങ്കിലും വിശ്വാസികൾ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പഠനം മുന്നോട്ടു പോയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.